ഹരി ഓം. എല്ലാ സഹോദരി സഹോദരന്മാർക്കും വിശ്വകുടുംബം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിഷ്ണു യോഗയുടെ 15ാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ഇതുവരെ വിഷ്ണു യോഗയിൽ നമ്മൾ ഭക്തിയെക്കുറിച്ച് 8 പാഠങ്ങൾ പഠിച്ചു, കർമ്മത്തെക്കുറിച്ച് 5 പാഠങ്ങൾ പഠിച്ചു. ഇന്ന് കർമ്മത്തെക്കുറിച്ച് 6ാമത്തെ പാഠമാണ്. 2 തരം കർമ്മങ്ങളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഒന്ന് ഈശ്വരകർമ്മം, ഈശ്വരൻ നമുക്ക് വേണ്ടി ചെയ്യുന്ന ആന്തരിക കർമ്മങ്ങളാണ് ഈശ്വര കർമ്മങ്ങൾ. രണ്ടാമത്തെ സ്വകർമ്മങ്ങളാണ്. സ്വകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നു അതിനെയാണ് സ്വകർമ്മങ്ങൾ എന്ന് പറയുന്നത്. സ്വകർമ്മങ്ങൾ നമ്മൾ 3 വിധത്തിലാണ് ചെയ്യാറുള്ളത്: മനസ്സുകൊണ്ടും, വാക്കുകൊണ്ടും, പ്രവൃത്തി കൊണ്ടും. സ്വകർമ്മം തന്നെ 2ആയിട്ട് തിരിച്ചിരിക്കുന്നു: പുണ്യകർമ്മങ്ങളെന്നും പാപകർമ്മങ്ങളെന്നും. പുണ്യകർമ്മത്തിൽ നമ്മൾ 26 തരം പുണ്യകർമ്മങ്ങൾ പഠിച്ചിരുന്നു. ആ 26 കർമ്മങ്ങൾ നമ്മൾ നിറവേറ്റുകയാണെങ്കിൽ നമുക്കതിൽ 26 പ്ലസ് പോയിന്റ് കിട്ടും. അതിലേറ്റവും പ്രധാനപ്പെട്ട പുണ്യകർമ്മം എന്ന് പറഞ്ഞാൽ ആരാധനയാണ്. ആരാധനയ്ക്കായി നമ്മൾ രാവിലെ 5 മണിക്ക് എണീക്കുന്നു, അതിനൊരു പ്ലസ് പോയിന്റ്, +1. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭൂവന്ദനം ചെയ്യുന്നു, അടുത്ത പ്ലസ് പോയിന്റ്. അടുത്തത് മാതാപിതാക്കളെ സ്മരിക്കുക, അതിനൊരു +1 പോയിന്റ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗുരുവിനെ വന്ദിക്കുക, അതിനൊരു +1 പോയിന്റ്. അതുപോലെ ഈശ്വരനെ വന്ദിക്കുക, അതൊരു +1 പോയിന്റ്. അതിനുശേഷം നമ്മൾ കുളിക്കുക, ജപിക്കുക, വേദപാരായണം ചെയ്യുക, നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുക, അതുപോലെ തന്നെ നല്ല വസ്ത്രം ധരിച്ച് ഒരുങ്ങി നടക്കുക. ഇതിനെല്ലാം നമുക്ക് പോസിറ്റീവ് എനർജി +1 നമ്മുടെ കർമ്മ മീറ്ററിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പം ഈ പുണ്യകർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ശാന്തി കിട്ടും, മനഃശാന്തി കിട്ടും, രോഗമുക്തി ഉണ്ടാവും, മനസ്സിന് നല്ല സമാധാനം കിട്ടും, നല്ല സംതൃപ്തി ഉണ്ടാവും, ഭയങ്കര സന്തോഷം നമുക്കുണ്ടാവും, അവസാനം നമുക്ക് മോക്ഷപ്രാപ്തിയും ലഭിക്കുന്നു. പുണ്യകർമ്മങ്ങളെയാണ് നമ്മൾ ധർമ്മമാർഗം എന്ന് പറയുന്നത്. ധർമ്മമാർഗത്തിൽ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ആൾ ധർമ്മമാർഗത്തിൽ ജീവിക്കുന്നവരാണ്. അടുത്തത് പാപകർമ്മങ്ങളാണ്. പാപകർമ്മങ്ങൾ ചെയ്യുന്നവരെ അധർമ്മികൾ എന്ന് പറയുന്നു, അല്ലെങ്കിൽ അധർമ്മ മാർഗം സ്വീകരിച്ചവരെന്ന് പറയുന്നു. ഇനി എന്താണ് പ്രധാനപ്പെട്ട അധർമ്മ മാർഗം, അഥവാ എന്താണ് പ്രധാനപ്പെട്ട പാപകർമ്മങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് അഹങ്കാരമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യനുള്ള കാര്യമാണ് അഹംഭാവം, അല്ലെ അഹങ്കാരം. ഞാനെന്ന ഭാവം. ഞാനാണ് മിടുക്കൻ, ഞാൻ ഇത് ചെയ്യും, ഞാൻ അത് ചെയ്യും, ഞാൻ അവനോട് പകരം ചോദിക്കും, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ മക്കളെ, എൻ്റെ വീട്, എൻ്റെ കുടുംബക്കാരെ, എൻ്റെ ഞാനെന്ന് പറയുന്ന ആ ഭാവത്തെയാണ് അഹംഭാവം എന്ന് പറയുന്നത്. ഇത് തന്നെ ഇതിൽ നിന്നുണ്ടാവുന്ന ഒരു വികാരമാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അഹങ്കാരത്തിൻ്റെ ഫലം ആപത്തെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ചെറുപ്പം തൊട്ട് നമ്മളോടൊക്കെ പറയുന്ന ഒരു ഡയലോഗാണ്: അഹങ്കാരത്തിൻ്റെ ഫലം ആപത്താണ്. പക്ഷെ അഹങ്കാരം മനുഷ്യന് നല്ലതല്ല, അഹംഭാവം പാടില്ല. അപ്പോൾ അഹങ്കാരത്തോട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പാപകർമ്മമാണ്. രണ്ടാമത്തേത് സജ്ജനങ്ങളെ നിന്ദിക്കുക. നല്ല കാര്യങ്ങൾ, നല്ല സൽപ്രവർത്തികൾ ചെയ്യുന്നവരെ നിന്ദിക്കുന്ന സ്വഭാവമാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. നമ്മൾ ആരുടെയും പേര് പറയുന്നില്ലെങ്കിലും പല നല്ല ആളുകളും സമൂഹത്തിൽ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നു. അവരെ സൈബർ അറ്റാക്ക് ചെയ്യുക, അവരെ നാണക്കെടുത്തുക, അവരെ അപഹസിക്കുക, ഇതൊക്കെ ഒരു സ്ഥിരം കലാപരിപാടിയാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ സജ്ജനങ്ങളെ നിന്ദിക്കുന്നത് വലിയ പാവമാണ്. അതുപോലെ തന്നെ ദൈവത്തിനെ നിന്ദിക്കുന്ന പാവമാണ്. ഗുരുക്കന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ, ധാരാളം ഗുരുക്കന്മാരുണ്ട്, അവരെയും അപഹസിക്കുക, അവരെയും പരിഹസിക്കുക, ഇതെല്ലാം പാപത്തിന്റെ പട്ടികയിലുള്ളതാണ്. അടുത്ത മൂന്നാമത്തെ ദൈവത്തെ നിഷേധിക്കുക. ദൈവം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് കുറേ നിരീശ്വരവാദികൾ ഇറങ്ങിയിട്ടുണ്ട്, യുക്തിവാദികളുണ്ട്. ദൈവത്തെ നിഷേധിക്കുന്നത് ഇത് ഒരു പാപകർമ്മമാണ്. ഇതിന് -1 ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവ കാര്യങ്ങൾ, അഹങ്കാരം ഉണ്ടായിരുന്നാലും മറ്റുള്ളവരെ നിന്ദിക്കുന്നതിനെല്ലാം നമ്മൾക്ക് നെഗറ്റീവ് എനർജിയും നമുക്ക് നെഗറ്റീവ് പോയിന്റുമാണ് നമ്മുടെ കർമ്മമീറ്ററിൽ ആഡ് ചെയ്യുന്നത്. നാലാമത്തേതാണ് ഏറ്റവും മനുഷ്യന് ഇഷ്ടമുള്ള കാര്യം: മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുക. നല്ല കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കില്ല, എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ച് രസിക്കുന്നതാണ് മറ്റൊരു പ്രധാന സ്വഭാവം. ഇത് നെഗറ്റീവ് എനർജിയാണ്, നെഗറ്റീവ് പോയിന്റാണ് ആഡ് ചെയ്യുന്നത്. അഞ്ചാമത്തെ അധ്വാനമില്ലാതിരിക്കുക. നമ്മൾ ധാരാളം കഴിവുള്ള മനുഷ്യരായിരിക്കും. ഒരുപാട് ആൾക്കാരുണ്ട്, നല്ല കഴിവ്, നല്ല പേഴ്സണാലിറ്റി എല്ലാം ഉണ്ട്, നല്ല ബുദ്ധിയുണ്ട്, പക്ഷെ ജോലി എടുക്കത്തില്ല, എപ്പോഴും അലസത, കിടപ്പായിരിക്കും. ഇതും പാപത്തിന്റെ പട്ടികയിലാണുള്ളത്. ഇതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് എനർജിയും നെഗറ്റീവ് പോയിന്റുമാണ് നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നത്. അടുത്തത് ആറാമത്തേത് കോപത്തോടെ പെരുമാറുക. എല്ലാവർക്കും കോപം വരും, പക്ഷെ കോപത്തെ നമ്മൾ അടക്കുക. കോപം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും അതുപോലെ നമുക്ക് നെഗറ്റീവ് പോയിന്റ് ആഡ് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് കോപത്തെ നിയന്ത്രിക്കുക, കഴിയുന്നത്ര കോപത്തെ അടക്കി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കണം, ഇല്ലെങ്കിൽ അത് നെഗറ്റീവ് എനർജിയിലോട്ട് തന്നെ പോകും. ഏഴാമത്തെ കൊലപാതകം. പല മതത്തിന്റെ പേരിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്നത്. കൊലപാതകം എന്ന് പറയുന്നത് അത് നെഗറ്റീവ് എനർജിയാണ്. എന്ന് പറഞ്ഞ് ചില കൊലപാതകങ്ങൾ ചിലപ്പോൾ സമൂഹത്തിന് നന്മയ്ക്കായിരിക്കും. കാരണം നമ്മളിപ്പം ഒരു പേപ്പട്ടിയുണ്ട്, കുറേ ആൾക്കാരെ കടിച്ചു, അതിനെ കൊണ്ട് നമുക്ക് ദ്രോഹമാണ്, അതിൽ ജീവിച്ചിരുന്ന നമുക്ക് പ്രശ്നങ്ങളാണ്. ആ സമയത്ത് നമ്മൾ അവരെ തല്ലിക്കൊല്ലും, അവിടെ ഒരു പാപമൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു ദ്രോഹം ചെയ്ത ഒരാളെ തൂക്കിക്കൊല്ലുന്നു,
അത് അതിനും പാപമില്ല. പക്ഷെങ്കിൽ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കേട്ടിട്ടില്ലേ, 50 രൂപയ്ക്കും 100 രൂപയ്ക്കും വേണ്ടി നിസ്സാര കാര്യത്തിന് വേണ്ടി മനുഷ്യൻ കൊല ചെയ്യുന്ന സംഭവങ്ങൾ ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. അപ്പം കൊലപാതകം എന്ന് പറയുന്നത് അത് നെഗറ്റീവ് എനർജിയാണ്, പാപകർമ്മമാണ്. അത് സാഹചര്യം അനുസരിച്ചും ധർമ്മം അനുസരിച്ചും അതിന് കുറച്ച് വ്യത്യാസം വരാം. പിന്നെ എട്ടാമത്തെ ബലി. ബലി എന്ന് പറയുന്നത് ഈശ്വരന് വേണ്ടി സമർപ്പിക്കുന്ന കാര്യങ്ങൾ. നരബലി, മൃഗബലി, പക്ഷിബലി, ഇതൊക്കെ ഈശ്വരന്റെ പേരിൽ നടത്തുന്നതാണ്. ഈശ്വരന്റെ പേരിൽ നടത്തുന്ന ഈ വക ബലികളെല്ലാം നമുക്ക് നെഗറ്റീവ് എനർജിയാണ്, ഇത് പാപമാണ്. അടുത്തത് 9-ാമത്തെ ലിംഗപരിച്ഛേദന. ചില മതങ്ങളിൽ കാണാറുണ്ട്, മതത്തിന്റെ പേരൊന്നും പറയുന്നില്ല, 2 മതങ്ങളിൽ ഇത് കാണാറുണ്ട്. ലിംഗാഗ്രം ഛേദിച്ച് കളയും, ലിംഗാഗ്രത്തെ തൊലി ഛേദിച്ച് കളയുന്നതാണ് ലിംഗാഗ്ര ഛേദന, സർക്കംസിഷൻ എന്ന് പറയും. ഇത് ദൈവം നമുക്ക് തന്ന ഒരു അവയവത്തെ പൂർണ്ണമാക്കി വയ്ക്കാതെ അപൂർണ രൂപം പ്രാപിക്കത്തക്ക രീതിയിൽ ഇതിനെ ഛേദിച്ച് കളയുന്നത് വലിയൊരു പാപമാണ്. ഇത് ചെയ്യുന്നത് അസുരന്മാരാണ്. ഇവർക്ക് ഒരിക്കലും മോക്ഷമില്ല, ഇവർക്ക് സ്വർഗപ്രാപ്തിയുമില്ല. ഇത് ചെയ്യുന്നത് പരമമായ ഒരു പാപം തന്നെയാണ്. അതുപോലെ തന്നെ സ്ത്രീകളിൽ യോനിദള ഛേദനം ചെയ്യാറുണ്ട്, അതും പാപത്തിന്റെ പട്ടികയിലുള്ളതാണ്. ഇതിൽ നിന്ന് നെഗറ്റീവ് എനർജി അല്ലാതെ ഒരിക്കലും പോസിറ്റീവ് എനർജി കിട്ടുകയില്ല. അടുത്ത 10-ാമത്തെ ബലാത്സംഗം. ഒരാളുടെ സമ്മതമില്ലാതെ അവരെ നിർബന്ധപൂർവ്വം ബലാത്സംഗം ചെയ്യുന്നത് ആണ് അടുത്ത പാപം. ഇത് മനുഷ്യന്റെ അടങ്ങാത്ത കാമമാണ് ഇതിന് പ്രചോദനം ചെയ്യുന്നത്. അതായത് ചിലർ വിവാഹം കഴിച്ചാലും ഭാര്യയും കുടുംബമായിട്ട് ജീവിച്ചിരുന്നാലും അവർക്ക് അവരുടെ കാമാസക്തി അവിടെ അടങ്ങുന്നില്ല. അങ്ങനെ അമിതമായ കാമാസക്തി ബലാത്സംഗത്തിലേക്ക് നയിക്കുന്നു. ഇത് ഭയങ്കര പാപമാണ്. ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന അധർമ്മങ്ങളിൽ ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഈ ബലാത്സംഗം എന്ന് പറയുന്നത്. ബലാത്സംഗം പാപമാണ്. അടുത്ത 11-ാമത്തേത് സ്ത്രീ പീഡനം. സ്ത്രീകളെ പീഡിപ്പിക്കുക, കാരണമില്ലാതെ പീഡിപ്പിക്കുക, അതുപോലെ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുക, ശിശു പീഡനങ്ങളെ, ഇത് പാപമാണ്. അതുപോലെ പ്രകൃതി വിരുദ്ധ പീഡനങ്ങളെ, പ്രകൃതി വിരുദ്ധമായിട്ട് പീഡനം നടത്തുന്ന മനുഷ്യൻ മാത്രമേ ഉള്ളൂ. ഇത് മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുകയുള്ളൂ. ഇത് കൊടും പാവമാണ്. ഇതുകൊണ്ട് ആ ചെയ്യുന്ന ആളുടെ നെഗറ്റീവ് എനർജി അല്ലാതെ പോസിറ്റീവ് എനർജി ഒരിക്കലും ലഭിക്കുന്നില്ല. അവർക്കും മൈനസ് പോയിന്റുകളാണ് അവരുടെ കർമ്മ മീറ്ററിലേക്ക് ആഡ് ചെയ്യുന്നത്. അടുത്തത് 12-ാമത്തെ അഴിമതി, കൈക്കൂലി. നമ്മൾ അഴിമതിയില്ലാതെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും ഈശ്വരഭക്തിയോടും കൂടി ജീവിച്ചു കഴിഞ്ഞാൽ ഒരു അഴിമതിയും നടക്കത്തില്ല. ഇന്ന് ലോകത്ത് മനുഷ്യന് ഈശ്വരവിശ്വാസമില്ല, എല്ലാം സയൻസിന്റെ പുറകെ ഓടുകയാണ്. പക്ഷെ മനുഷ്യനല്ല, സയൻസ് കൊണ്ടുവന്നിരിക്കുന്ന ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ ബുദ്ധിയിലൂടെ ഭഗവാൻ തന്നെയാണ് സ്വയം മനുഷ്യനായി വന്ന് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ എന്തെല്ലാം ഉണ്ടായിട്ടും പൈസ എത്ര കിട്ടിയാലും വീണ്ടും വീണ്ടും പൈസയോടുള്ള ആസക്തി കൊണ്ടാണ് ഈ അഴിമതി ഉണ്ടാവുന്നത്. അതുപോലെ മനുഷ്യൻ കൈക്കൂലി വാങ്ങുന്നതും പാവമാണ്. ഇതുകൊണ്ട് നമുക്ക് കുറെ കാശ് ഉണ്ടാക്കാം, പക്ഷേ ആ പൈസയ്ക്ക് നിലനിൽപ്പില്ല. നമ്മൾ അധ്വാനിച്ച് വിയർപ്പൊഴുക്കിയ കാശ് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഇത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അതിന്റെ തിരിച്ചടി നേരിടേണ്ടി വരും. തിരിച്ചടി ഭഗവാൻ നമുക്ക് തരുന്നത് അസുഖത്തിന്റെ രൂപത്തിലും മാനസിക സംഘർഷത്തിന്റെ രൂപത്തിലും, അതിന് യാതൊരു സംശയമില്ല. 13-ാമത്തെ മനുഷ്യന് ഏറ്റവും കൂടുതൽ ആസക്തി ഉള്ളതാണ് ഭക്ഷണത്തിനോട്. അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് മാംസാഹാരമാണ് മലയാളികൾക്ക് ഏറ്റവും പ്രിയം. മാംസാഹാരം നിഷിദ്ധമാണെന്ന് എവിടെയും പറഞ്ഞിട്ട് വേദത്തിലും പറഞ്ഞിട്ടില്ല. നമുക്ക് ആവശ്യത്തിന് എല്ലാം കഴിക്കാം. പക്ഷെ നമ്മുടെ കേരളത്തിൽ അങ്ങനെയല്ല. നമ്മുടെ കേരളത്തിലാണെങ്കിൽ തമിഴ്നാട്, കർണാടക, ആന്ധ്രയിലുള്ള കാളകളെയും പോത്തുകളെയും എല്ലാ മൃഗങ്ങളെയും കൊണ്ടുവന്ന് കേരളത്തിൽ കൊണ്ട് നറുത്ത് തിന്നുകയാണ്. ഇത് തിന്നുന്നതിനോടൊപ്പം ഈ മനുഷ്യന്റെ ആർത്തി അവിടെ കുറയുന്നില്ല. മനുഷ്യന്റെ മൃഗത്തിന്റെ സ്വഭാവമാണ് വർദ്ധിക്കുന്നത് കൊണ്ട്. ഈ നോർത്ത് ഇന്ത്യയിലൊന്നും ഇങ്ങനെ മാംസാഹാര പ്രിയമില്ല ആൾക്കാർക്ക്. അത് കാരണം നമ്മൾ മൃഗമായി മാറുകയാണ്. മൃഗത്തിനേക്കാളും കഷ്ടമായ അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇത്രയധികം മാംസാഹാരം, പലപ്പോഴും ആഴ്ചയിൽ ഒരിക്കലോ ഒക്കെ മാംസാഹാരം കഴിക്കുക, അതിലൊന്നും ഒരു കുഴപ്പവുമില്ല. ഈ മൃഗങ്ങളെയൊക്കെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് ഭക്ഷണത്തിനൊക്കെ വേണ്ടിയാണ്. അതിലൊന്നും നമുക്ക് തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ അമിതമായിട്ടുള്ള ഇത് മനുഷ്യനെ മൃഗങ്ങളെക്കാട്ടി മോശമാക്കി മാറ്റുന്നതേ ഉള്ളൂ. അപ്പം ഭക്ഷണത്തിനുള്ള അമിതമായ ആർത്തിയാണ് ഇതെല്ലാം നമുക്ക് സംഭാവന ചെയ്യുന്നത്. ഇത് അമിതമായ ആർത്തി നമുക്ക് നെഗറ്റീവ് എനർജിയാണ്. നമുക്ക് അതുപോലെ തന്നെ നമുക്ക് നെഗറ്റീവ് പോയിന്റ്സുകളാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഈ ഭക്ഷണം കൊണ്ട് ആർത്തി കൊണ്ടാണ് നമുക്കില്ലാത്ത അസുഖങ്ങളെല്ലാം വരുന്നത്, മനുഷ്യന് വരുന്നത്. ബി പി ആയാലും കൊളസ്ട്രോൾ ആയാലും ഷുഗർ ആയാലും എല്ലാം ഈ അമിതമായ ഭക്ഷണാർത്തി കൊണ്ട്. അതേസമയം നമ്മൾ ലിമിറ്റായിട്ട് പഴയതുപോലെ തന്നെ നമ്മൾ മിതമായിട്ട് ആഹാരം കഴിച്ച് ശീലിച്ചാൽ നമുക്ക് ഇതിൽ നിന്നെല്ലാം മോചനം നേടാം. ഇതിനൊന്നും യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് നിർത്തുന്നു. നന്ദി, നമസ്കാരം.